രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതായിട്ടുള്ള ഭാഗം, രാവണനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. അതിൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു. ഇന്ദ്രജിത്ത് ഈ രാവണൻ്റെ ശക്തികളിൽ അവസാന കണ്ണിയാണ്. രാവണൻ്റെ ബലം ഒരുപാട് കുറഞ്ഞിരിക്കുന്നു എന്ന് രാക്ഷസികൾക്ക് മനസ്സിലായി, രാക്ഷസന്മാർക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവരുടെ ദുഃഖവും തുടർന്നുള്ള വിലാപവും നമ്മൾ കണ്ടു. വിഭീഷണൻ അന്നേ പറഞ്ഞതാണ്, കുംഭകർണൻ അന്നേ പറഞ്ഞതാണ്, മറ്റു പലവരും പറഞ്ഞു കൊടുക്കുണ്ടായി. മാല്യവാനും മാരീചൻ അതിനു മുമ്പേ സീതയെ അപഹരിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞിട്ടും രാവണൻ ഇത്തരൊരു മണ്ടത്തരത്തിലും അപകടത്തിലും ചെന്ന് പെട്ടില്ലേ? 14,000 രാക്ഷസന്മാരെ വധിച്ചപ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നല്ലേ രാവണൻ? അതുകൊണ്ട് ഈ വക അബദ്ധങ്ങളും സങ്കടങ്ങളും നമുക്ക് വന്നു പെട്ടല്ലോ ഈശ്വര. ഇത്തരത്തിൽ ഒരു മഹാപാപിയായിട്ടുള്ള രാജാവിനെ അല്ലേ നമുക്ക് കിട്ടിയത്? കാര്യകാര്യങ്ങൾ അറിഞ്ഞ് ധർമാധർമ്മങ്ങൾ അറിഞ്ഞ് ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ച് പ്രജകൾക്ക് ശ്രേയസ് ഉണ്ടാക്കേണ്ടതിന് പകരം ബാലിയെ വധിച്ച് സുഗ്രീവനെ വാഴിച്ചതും ഭീഷണവാക്യങ്ങളും എല്ലാം ഇവർ പറഞ്ഞ് വിലപിക്കുകയാണ്. രാവണൻ ഇത്തരത്തിലുള്ളൊരു മണ്ടത്തരം ചെയ്യാൻ മാത്രം ഒരു മണ്ടനാണ് എന്ന് രാവണൻ്റെ ബുദ്ധിയെ ഓർക്കുമ്പോൾ വിശ്വസിക്കാനും പ്രയാസമുണ്ട്. ബുദ്ധിമാനാണ്, എല്ലാ കാര്യങ്ങളെ വിലയിരുത്താനും ലങ്ക നശിക്കാതിരിക്കാനും എന്ന ചിന്ത ഉള്ളതും വേണ്ടി വന്നാൽ ഒരു സന്ധിയൊക്കെ ചെയ്യാനുമുള്ള ഔചിത്യമൊക്കെ രാവണനുണ്ടല്ലോ. പക്ഷെ എന്താണ് രാമനുമായിട്ട് ഏറ്റുമുട്ട നല്ല കാരണമുണ്ട്. അതാണ് രാവണൻ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞത്. ഇതിന് മുമ്പത്തൊരു സർഗത്തിൽ പറയുണ്ടായി, എല്ലാവരെയും വധിച്ചതായിട്ട് സമയത്ത് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മനസ്സിലായി എനിക്ക്, അതാണ് കാരണം. അപ്പോൾ ആ രാമൻ്റെ കൈ കൊണ്ട് മരിച്ചാൽ തനിക്ക് എന്താണ് നഷ്ടം? എങ്ങനെയും മരിക്കണം, വേണ്ടി ഇവിടെ വന്നാൽ മരിക്കണമല്ലോ. രാമൻ്റെ കൈ കൊണ്ടായാൽ തനിക്ക് മേൽഗതി അല്ലാണ്ട് ഉണ്ടാവില്ല. അഥവാ ജയിച്ചാലോ സീത അനുഭവിച്ചിരിക്കും ചെയ്യാം. രണ്ടായാലും എനിക്ക് നഷ്ടമില്ല. അതുകൊണ്ടാണ് ഒരു മണ്ടത്തരം രാവണൻ കാണിച്ചു എന്നൊന്നും ദയവ് ചെയ്തിട്ട് ആരും പറയരുത്. രാവണൻ മണ്ടത്തരം കാണിക്കില്ല. രാവണൻ അധർമ്മം പ്രവർത്തിക്കാം, പക്ഷേ മണ്ടത്തരം കാണിക്കില്ല. അധർമ്മവും മണ്ടത്തരവും ഒന്നല്ലല്ലോ. ബുദ്ധിയുള്ളവർ പലരും അധർമ്മികളായിട്ടുണ്ട്. ബുദ്ധിപൂർവം അധർമ്മം നടപ്പാക്കലുണ്ട്. ചിലർ ശിക്ഷിക്കപ്പെടും, ചിലർ ശിക്ഷിക്കപ്പെടില്ല. രണ്ടായാലും ഒരു ബുദ്ധി കുറഞ്ഞവരൊന്നും ആവണം എന്നില്ല. ഇപ്പം എന്തായാലും ആ രാവണൻ ഈ ആർത്തനാദം കേട്ടു. ഈ സ്ത്രീകളൊക്കെ ഇപ്രകാരമെല്ലാം പറയുന്നത് കേട്ടു. കോപം കൊണ്ട് കലിതുള്ളി കാലാഗ്നി പോലെ ജ്വലിച്ചു രാവണൻ. രാമലക്ഷ്മണന്മാരെ വധിച്ചിട്ട് തന്നെ വേറെ കാര്യം. അഥവാ വധിച്ചില്ലെങ്കിൽ ദോഷമില്ല എന്ന് പുറത്തേക്കൊന്നും പറഞ്ഞില്ല. ഉള്ളിലങ്ങനെ ഒരു ഭാവം ഉണ്ട്. അങ്ങേ കരദൂഷണത്തിശിരസ്സുകളെയും കുംഭകർണനെയും ഇന്ദ്രജിത്തിനെയും വധിച്ചതായിട്ടുള്ള രാമനെ, രാമ സൈന്യത്തെയും വാനരന്മാരെയും കൂട്ടം കൂട്ടമായിട്ട് ഞാൻ അസ്ത്രങ്ങളാൽ ഇല്ലാതാക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. ആരൊക്കെ ഇപ്പോൾ കണ്ണീര് സങ്കടം കൊണ്ട് പൊഴിക്കുന്നുണ്ടോ അവരുടെ മുഴുവൻ കണ്ണീര് ഞാൻ തുടയ്ക്കും. ആ വാനരന്മാരുടെ ശവശരീരങ്ങളെ കൊണ്ട് ഈ ഭൂമി ഞാൻ മൂടും. പിന്നെ ഈ വാശിക്കൊരു കുറവുമില്ല. ഉടനെ സൈന്യത്തോട് ആജ്ഞാപിച്ചു, സൈന്യത്തെ തേരുകൾ ശരിയാക്കൂ, യുദ്ധം തുടരണം, ഒരു കാരണവശാലും പിന്നാക്കം വയ്ക്കുന്നില്ല എന്ന് രാവണൻ ആജ്ഞാപിച്ചു.
ഒരു കാര്യമാവാം. വിരൂപാക്ഷൻ, മഹോദരൻ, അതുപോലെ തന്നെ മഹാപാർശ്വൻ എന്നീ 3 ആളുകൾ പ്രധാനികളായിട്ടുള്ള രാവണപക്ഷത്തുള്ളവരാണ്. അവർ യുദ്ധത്തിന് പോട്ടെ. പറഞ്ഞാൽ പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. മഹോദരനെയും മഹാപാർശ്വനെയും വിരൂപാക്ഷനെയും വധിച്ചു. ഒക്കെ വേഗം കഴിഞ്ഞു. തന്നെ മലകളെറിഞ്ഞു, ആയുധങ്ങൾ എറിഞ്ഞു, വിസ്തരിക്കണില്ല. വിരൂപാക്ഷനെ സുഗ്രീവൻ, വിരൂപാക്ഷനെയും മഹോദരനെയും സുഗ്രീവനും മഹാപാർശ്വനെ അംഗദനും വധിച്ചു. അത്രേ പറയാനുള്ളൂ. മഹാപാർശ്വനെ അംഗദനാണ് വധിക്കുന്നത്, ബാക്കി 2 ആളെയും സുഗ്രീവനാണ് വധിക്കുന്നത്. ഇതെല്ലാം ആയപ്പോൾ ഇനിയൊരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, രാവണൻ നേരിട്ട് പോവുക. രാവണൻ നേരിട്ടിട്ട് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു, രാമനാകുന്ന വൃക്ഷം അതിനെ ഞാൻ വെട്ടി വേരോടെ നശിപ്പിക്കും. എന്തൊക്കെയാണ് ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണെങ്കിൽ ഇവിടെ പറയുന്നു, സീതയാകുന്ന പുഷ്പം, അതുപോലെ തന്നെ മൈന്ദൻ, ദിവിതൻ, അംഗദൻ, ഗന്ധമാദനൻ, ഹനുമാൻ, തുഷേണൻ, പിന്നെയോ അനവധി വാനരന്മാരാകുന്ന കൊമ്പുകൾ. പ്രധാന കൊമ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജാമ്പവാൻ, സുഗ്രീവൻ, കുമുദൻ, നളൻ ഇവരൊക്കെയാണ്. ഹനുമാൻ, തുഷേണൻ ഇതൊക്കെ കൊമ്പുകളും ശാഖോപശാഖകളായിട്ട് മൈന്ദൻ, ദിവിതൻ, മറ്റനേകം വാനരന്മാരും അടങ്ങിയ രാമവൃക്ഷത്തെ ഞാൻ വേരോടെ വെട്ടി നശിപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന് ഉറക്കെ പ്രതിജ്ഞ ചെയ്തു. രാമവൃക്ഷം രണേ ഹന്മി സീതാ പുഷ്പഫലപ്രദം. സീതയാകുന്ന പുഷ്പഫലങ്ങൾ, പുഷ്പവും ഫലവും സീതയാണ്. പുഷ്പം തന്നെയാണല്ലോ ബലമായിട്ടും പറയുന്നത്, 2 അല്ല. ആണ് പുഷ്പഫലപ്രദം. മൈന്ദച്ച വിവിധൈവ അംഗദോ ഗന്ധമാദന. തുടർന്നങ്ങനെ പറയണം, ഇവരാകുന്ന കൊമ്പ ശാഖ ആകുന്ന രാമവൃക്ഷത്തെ ഞാൻ വെട്ടി ഒഴുത്തും. കാലാഗ്നി ജ്വലിക്കുന്ന പോലെയുള്ള അവൻ്റെ കൊമ്പും അവൻ്റെ ആ ഭാവവും കാൽവെപ്പും മുഖഭാവവും ശബ്ദവും കേട്ട് ഭൂമി അടക്കം വിറച്ചു. അങ്ങനെ അതിഘോഷവും അതിദാരുണവും ആയ യുദ്ധം രാമനുമായിട്ട് ചെയ്യാൻ പുറപ്പെട്ടു. ആദ്യം അയച്ചത് താമസാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രമാണ് എന്നാണ്. രാവണൻ്റെ ആ ശരങ്ങൾ കൊണ്ട് അവർ വരുന്നത് കണ്ടു. 100 അതിനെ തകർത്തു രാമൻ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട്. വില്ലും വമ്പും വേണ്ടി രാവണനോട് കൂടിയിട്ടുള്ള രാവണനെ എതിരിട്ടു. പലതരത്തിലുള്ള അസ്ത്രപ്രയോഗങ്ങൾ ലക്ഷ്മണൻ ചെയ്തു. രാമനെ പിന്നിലാക്കി ലക്ഷ്മണൻ മുമ്പിൽ ഏട്ടനാട് മാറും, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയും പല ശരങ്ങളയക്കുകയും അതിനെയൊക്കെ രാവണൻ തടുക്കുകയും തകർക്കുകയും ചെയ്തു. താമസാസ്ത്രമാണ് രാവണൻ പ്രയോഗിച്ച് ഈ വാനരരെ ചുട്ടരിച്ചത്. അങ്ങനെ ആ രാമനെ ഇങ്ങനെ കാണുകയാണ് ലക്ഷ്മണസമേതനായിട്ട്, ഇന്ദ്രസമമായിട്ടുള്ള തേജസ്സോടുകൂടി അമ്പും വില്ലും വേണ്ടി തന്നെ വധിക്കാനായിട്ടുള്ള ആ നിൽക്കലിങ്ങനെ കാണുകയാണ്. ശരങ്ങളയച്ചു. ആ ശരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ലക്ഷ്മണൻ ശരമയച്ചു, രാവണൻ തടുത്തു. ഒരു ശരത്തിനെ ഒരു ശരം കൊണ്ടും 3 ശരം അയച്ചപ്പോൾ അതിന് 3 ശരം കൊണ്ടും, ഒന്നിനെ ഒന്നുകൊണ്ടും 3നെ 3 കൊണ്ടും ആയിട്ടുള്ള തടുക്കലുകളും യുദ്ധമുറകളും അവിടെ ഉണ്ടായി. രാമനിൽ ശരവർഷം ചെയ്തു രാവണൻ. രാമനാവട്ടെ ഭല്ലാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രങ്ങളെ കൊണ്ട് അതിനെ തടുക്കുകയും വട്ടം കറങ്ങുകയും വിവിധ തരത്തിലുള്ള യുദ്ധമുറകൾ ഉണ്ടാകുകയും ശരങ്ങളെ കൊണ്ട് വാനം ആകാശം നിറയുകയും ചെയ്തു. ഏത് പ്രകാരത്തിൽ വൃത്രനും ഇന്ദ്രനും, വൃത്രാസുരനും ഇന്ദ്രനും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, യുദ്ധം ഉണ്ടായോ അതേപോലെ ഈ രാവണപക്ഷത്ത് വില്ലാളികളുണ്ട്, അസ്ത്രകോവിതരുണ്ട്, അസ്ത്രത്തെപ്പറ്റി അറിയുന്ന വിശാരദന്മാർ, കേമന്മാർ ആയിട്ടുള്ളവർ. അങ്ങനെ രാമൻ രൗദ്രാസ്ത്രം അയച്ചു. ആ രൗദ്രാസ്ത്രത്തെ രാവണൻ ആസുരാസ്ത്രം കൊണ്ട് അയച്ചു. പിന്നെ കഴുത, പന്നി, നായ, കോഴി, മത്സ്യം മുതലായിട്ടുള്ള ആകൃതിയിൽ അങ്ങനെ ആയി മാറുന്ന വിവിധ ശരങ്ങൾ അയക്കപ്പെട്ടു. അതിനെയൊക്കെ രാമൻ തടുത്തു. തുടർന്ന് ആഗ്നേയാസ്ത്രം അയച്ചു എന്ന് പറയുകയാണ്. രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ട് ആസുരാസ്ത്രത്തെയൊക്കെ നേരിട്ടു. അങ്ങനെ കുറച്ച് യുദ്ധമുറ മുന്നോട്ട് പോയ സമയത്ത്
ഗംഭീരമായിട്ടുള്ള ഒരു രൗദ്രാസ്ത്രം ലക്ഷ്മണൻ്റെ നേർക്ക് പ്രയോഗിക്കുകയും അതിൽ ആ ലക്ഷ്മണന് കുറച്ച് ക്ഷീണം ഏൽക്കുകയും ചെയ്തു. ശൂലം, ഗദ, മുസലം മുതലായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് ആ ആയുധങ്ങളൊക്കെ ഈ രൗദ്രാസ്ത്രത്തിൽ നിന്ന് പുറത്ത് വരികയാണ്. രൗദ്രാസ്ത്രമാണ് അയച്ചിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മന്ത്രത്തിൻ്റെ ശക്തി കാരണം എന്ത് പുറത്തു വന്നു? മയൻ നിർമ്മിച്ചതാണ്. ഇതൊരു ശര അയച്ചാൽ ഗദ, മുസലം, ശൂലം എന്നുള്ളതായിട്ടത് വേറെ കരുതണ്ട. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ട് ലക്ഷ്മണനെ ആക്രമിച്ചു. മുൾത്തടി, കൂടം, പാശം മുതലായിട്ടുള്ളതെല്ലാം അതിൽ നിന്നുണ്ടായി. അങ്ങനെ ആ രാവണൻ പിന്നീട് സൗരാസ്ത്രം പ്രയോഗിച്ചതിൽ നിന്ന് കുറേ ചക്രങ്ങൾ ഉണ്ടായി, ധാരാളം ബാണങ്ങൾ ഉണ്ടായതോടു കൂടിയിട്ട് ഈ ലക്ഷ്മണൻ ഏകദേശം മോഹാലസ്യപ്പെട്ട് അങ്ങനെ വീണു. രാമനിലും ഒട്ടേറെ ശരം രാവണൻ പ്രയോഗിക്കുകയുണ്ടായി. തിരിച്ചും രാവണൻ കുറേ ശരങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെ ലക്ഷ്മണനിൽ പ്രയോഗിച്ചതായിട്ടുള്ള ആയുധങ്ങളെയൊക്കെ ലക്ഷ്മണൻ തടുത്ത് ഒടുവിൽ ഈ രാവണൻ്റെ ഒരു സാരഥി ഉണ്ട്, അവനെ അങ്ങോട്ട് വധിക്കുകയാണ് ലക്ഷ്മണൻ. ഒരു ശക്തി കുറയട്ടെ എന്ന് പറഞ്ഞിട്ട്, സാരഥി ശക്തി പോയാൽ തേരിൽ ഓടിക്കാൻ ആളുണ്ടാവില്ല. സാരഥിയെ വധിക്കൽ യുദ്ധത്തിലൊക്കെ ഒരു മുറയാണ്. അടുത്തത് കണക്കാണ്, നോക്കിക്കോ എന്നുള്ളൊരു വാണിങ്ങാണത്. പിന്നെ വിഭീഷണൻ എന്ത് ചെയ്തു? രാമപക്ഷത്താണല്ലോ, കുതിരയെയും കൊന്നു. തേരാളിയെ കൊന്നു, കുതിരയും കൊന്നു. അപ്പോൾ വലിക്കണതും പോയി, തേര് തെളിക്കണ ആളും പോയി. ഇത് രണ്ടും. അങ്ങനെ ആ ലക്ഷ്മണൻ ഒരു നേർക്കൊരു വലിയ വേല് അയച്ചു, വിഭീഷണന് നേരെ അയച്ചു. ലക്ഷ്മണൻ അതും മുറിച്ചു. ഭീഷണനാണല്ലോ കുതിരയെ കൊന്നത്. ആ ദേഷ്യം കൊണ്ടാണ് വേല് വിഭീഷണൻ്റെ നേർക്ക് എറിഞ്ഞത്. അതിനെ ലക്ഷ്മണൻ മുറിച്ചു. മറ്റൊരു വേല് വിഭീഷണ നേരെ തെറ്റിച്ചു. 2 വേല്. ഇത് നിൻ്റെ ഹൃദയം വിളരും എന്നൊക്കെയാണ് പറഞ്ഞു. 2ാമത്തെ വേലായപ്പോൾ അത് നേരെ ലക്ഷ്മണൻ്റെ മേലേക്കാണ് അയച്ചത്. ആദ്യം വിഭീഷണനെ അയച്ചു. സെക്കൻഡ് വേല്, 2ാമത്തെ വേല് ലക്ഷ്മണനെ മാറത്ത് കൂടെ തറച്ചു. അത് ഭൂമിയിലാണ് തറച്ചിറങ്ങി. ലക്ഷ്മണൻ അവിടെ ആണിയടിച്ച് ഉറപ്പിച്ച പോലെ ആക്കപ്പെട്ടു. ഭൂമിയിലേക്ക് വെപ്പണൻ്റെ മാറത്ത് കൂടെ തറച്ച് ഈ വേലാണ്ട് കയറിയപ്പോൾ രാമൻ പെട്ടെന്ന് തന്നെ അത് ഊരി. എൻ്റെ അനിയനെ ഇപ്രകാരത്തിൽ ചെയ്തിട്ടില്ലെന്ന് എന്നെ ഞാൻ കാണിച്ചു തരാം. ഏതൊരു ദുഷ്ടൻ കാരണമാണ് സമുദ്രം ലംഘനം ചെയ്തത്, സീത അപഹരിക്കപ്പെട്ടത്, ഈ വാനന്മാരൊക്കെ സമുദ്രം കടന്നത്, ഇത്രയേറെ ഞാൻ ദണ്ഡകാരണ്യത്തിൽ കൂടെ സഞ്ചരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വനവാസം ഉണ്ടാവും. സീത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും തെരഞ്ഞു നടക്കേണ്ടി വന്നത്. അത് സീത അപഹരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ രാവണൻ കാരണം സീതാപഹരണവും ഇത്രയും ആ ക്ലേശം എനിക്ക് വേണ്ടി വന്ന്, ആ രാവണ എന്നെ എൻ്റെ മുമ്പിൽ കിട്ടിയത് നന്നായി, ഇന്ന് ഞാൻ നിന്നെ വധിക്കുന്നും പറഞ്ഞ് ആയിരക്കണക്കിന് ശരങ്ങൾ രാവണൻ്റെ നേർക്കാണ് അയച്ചു ശ്രീരാമൻ. സകീര്യമാണ ശരജാലവൃഷ്ടിഭിർ മഹാത്മനാദീപ്തധനുഷ്മണാർദ്ധിത പയാപ്രദുദ്രാവസമേത്യ രാവണോ യഥാനിലേനാഭിഗതോ ബലാഹക. ബലാഹക എന്ന് പറഞ്ഞാൽ മേഘം. എപ്രകാരം കാറ്റടിച്ചിട്ട് മേഘങ്ങൾ പോകുന്നുവോ അതുപോലെ രാമശരങ്ങൾ കണ്ട് ഭയന്ന് നിക്കപ്പുറതി ഇല്ലാത്തതായിട്ടുള്ള രാവണൻ അവിടുന്ന് അങ്ങോട്ട് ഓടി. അങ്ങനെ ഈ വേല് തറച്ച് പറിച്ചെടുത്തതിന് ശേഷം ലക്ഷ്മണനേറ്റതായിട്ടുള്ള പരാജയം, പരവശത രാമനെ കുറച്ച് ദുഃഖിച്ചു. വേഗം പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്യണം? സീതയെ വീണ്ടെടുത്തിട്ട് എന്ത് കാര്യം? എൻ്റെ എല്ലാം ആയ ആളാണ് അനുജൻ. അവനെപ്പോലെ ഒരു അനുജൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അത്രമാത്രം എനിക്ക് വേണ്ടി ക്ലേശം കൊണ്ടതായിട്ടുള്ള ഇവൻ മരിച്ചിട്ടൊട്ടുണ്ടാവുമോ? തളർന്നു കിടക്കുന്ന സമയത്ത് സുഷേണൻ വന്നിട്ട് പറഞ്ഞു, കുറച്ച് വൈദ്യമൊക്കെ അറിയുന്ന ആളാണ് ഈ സുഷേണൻ. രാമ പേടിക്കേണ്ട, ഇവൻ്റെ ലക്ഷണം കൊണ്ട് ഇവൻ മരിച്ചിട്ടില്ല. അത് നോക്കി അറിയണവർക്കറിയാം. ഒരാൾ മരിച്ചോ ഇല്ലേ നോക്കാനും ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ലാവോ? ഡോക്ടർ വരണം. പണ്ട് അങ്ങനെയല്ല. പണ്ട് നാട്ടിൻ പുറത്തുള്ള ചില ആൾക്കാർക്ക് അറിയാവുന്നതാണ്.
അയാളോടൊന്ന് ചോദിച്ചു നോക്കുക, മരിച്ചോ എന്ന് ഉറപ്പിക്കാൻ അത്രയും വേണ്ടു. പറഞ്ഞാൽ കറക്റ്റായിരിക്കും അത് എന്നാണ്. അതേപോലെ സുഷേണൻ ഹൃദയമിടിപ്പ് ഉണ്ട് ലക്ഷ്മണന്. മുഖഭാവത്ത് മരണലക്ഷണം കാണാനില്ല. അതേ കണ്ണിൻ്റെ തേജസ്സും ജീവനുള്ള ലക്ഷണങ്ങളും കാണുന്നതുകൊണ്ട് രാമ കണ്ടാലറിയാം ലക്ഷ്മണൻ മരിച്ചിട്ടില്ല, അങ്ങ് അത് വിചാരിച്ച് ദുഃഖിക്കേണ്ട. പിന്നെ എന്താ ഇപ്പോൾ വേണ്ടത്? ഹനുമാനെ ഒന്നും കൂടി ഔഷധത്തിന് അയക്കണം. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിന് ഓടനുബന്ധിച്ച് അയച്ചതുപോലെ ഋഷഭപർവ്വതത്തിൽ പോയിട്ട് ഒന്നും കൂടി ഔഷധം ഇവൻ കൊണ്ടുവരട്ടെ. മറ്റേ എല്ലാ രാമായണത്തിനും 2 പ്രാവശ്യം കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. എന്നങ്ങനെ പറഞ്ഞു. വേഗം ആ ഋഷഭപർവ്വതത്തിലേക്ക് ഹനുമാൻ മുമ്പ് പോയ പോലെ പറഞ്ഞു. ജാമ്പവാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിരുന്നു. ജാമ്പവാനാണ് അതിൻ്റെ സ്ഥാനം സൂചിപ്പിച്ചു കൊടുത്തിരുന്നത്. വിശല്യകരണി, സുവർണകരണി, സന്താനകരണി, മൃതസഞ്ജീവനി എന്നീ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൊണ്ടുവന്നതാണെങ്കിലും ഹനുമാന് അത്ര അറിയില്ല. തിരഞ്ഞു കിട്ടാത്തപ്പോൾ ശിഖരത്തോടുകൂടി പഴയ പോലെ തന്നെ ആ പർവ്വതത്തെ പറിച്ചെടുത്ത് ഇവിടെ കൊടുന്നാണ് വെച്ചതോടു കൂടിയിട്ട് ആ നസ്യം ചെയ്തു ലക്ഷ്മണന് എന്ന് പറയണം. മൂക്കിൽ കൂടെ ഉള്ള ഔഷധ പ്രയോഗമാണ് നസ്യം. നാസിക എന്ന മൂക്കാണല്ലോ, നസ്യം മൂക്കുമായിട്ട് ബന്ധപ്പെട്ടത്. നസ്യം ചെയ്തപ്പോഴോ അധികം സമയം കൂടാതെ ആ ലക്ഷ്മണൻ പഴയ പോലെ എഴുന്നേറ്റു. മുറിവുകളൊക്കെ ഉണങ്ങി. അപാര ഔഷധിയാണത്. ഈ 4 മന്ത്രമുണ്ട്. മൃതസഞ്ജീവനി എന്നാണ് പറയണത്. മന്ത്രമുണ്ട്, മരുന്നുമുണ്ട്, രണ്ടുമുണ്ട്. ആ മൃതസഞ്ജീവനി കൊണ്ട് ലക്ഷ്മണൻ എഴുന്നേറ്റു. ശരീരത്തിലേറ്റ മുറിവുകളെല്ലാം മാറി. രാമനോട് പറയണ, രാമണ അസ്തമയത്തിന് മുമ്പ് ഇവനെ വധിക്കണം. രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ശക്തി കൂടുന്ന സമയമാണ് അസ്തമയശേഷം രാത്രി. അതുകൊണ്ട് കൂടുതൽ ഇവനെ അമാന്തിക്കാണ്ട് വധിക്കുകയാണ് അങ്ങ് വേണ്ടത്. എൻ്റെയൊക്കെ മാറി എന്നെക്കുറിച്ച് ഏട്ടൻ പേടിക്കേണ്ടത്. മുറികൾ ഉണങ്ങിയിരിക്കണു, ഞാനൊക്കെ സാധാരണ നിലയ്ക്ക് വന്നിരിക്കണു. അങ്ങനെ കേട്ടു. ഗംഭീരമായിട്ടുള്ള യുദ്ധം തുടർന്നു. യുദ്ധം തുടർന്നതായിട്ടുള്ള സമയത്ത് രാവണൻ നല്ലൊരു തേരിലിരുന്നിട്ടാണ് യുദ്ധം ചെയ്യണം. ഈ തേരിലിരുന്നിട്ട് യുദ്ധം ചെയ്തതായിട്ടുള്ള സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും രാക്ഷസന്മാരും പലരും അത് കണ്ടു നിൽക്കുന്നുണ്ട്. രാക്ഷസന്മാരല്ല, ദേവഗന്ധർവ ദാനവന്മാർ പലരും ഇത് കണ്ടു നിൽക്കുമ്പോൾ ചിലർ പറഞ്ഞു ഈ യുദ്ധം സമമല്ല. അങ്ങനെ ഒരു നിയമമുണ്ട് യുദ്ധത്തിൽ. ഒരു പുറത്തുള്ള ശക്തി മറ്റേ പുറത്തും ഉണ്ടാവണം. അതിനാണ് സമയുദ്ധം എന്ന് പറയുക. സമമല്ലാത്ത യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഗംഭീര സൗകര്യങ്ങൾ ഉണ്ടാവുക, മറ്റേ ഭാഗത്ത് സൗകര്യങ്ങളില്ലാതിരിക്കുക. ഇവിടെ രാമന് തേരില്ല. അവൻ നിലത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്യണം. രാവണനോ തേരുണ്ട്. അപ്പോൾ ഇത് സമമല്ല, ഇത് അധർമ്മമാണ്. ഒന്നെങ്കിലും രാവണൻ നിലത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ രാമന് തേര് വേണം. അപ്പോഴാണ് സമമായ സമം പാലിക്കുക യുദ്ധത്തിലൊരു നിയമമാണത്. അല്ലാത്ത യുദ്ധമല്ല, ധർമ്മയുദ്ധമല്ല എന്നാണ്. വളരെയധികം ശക്തിയുള്ള ഒരാൾ ചെറിയ കുട്ടികളോട് യുദ്ധം ചെയ്യുക അത് ധർമ്മയുദ്ധമല്ല, അത് പാടില്ല എന്നാണ്. എന്ന പോലെ ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. സമം നില പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ എല്ലാവരും ദേവേന്ദ്രനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്, സമമല്ലാത്ത യുദ്ധം. അങ്ങനെ നോക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ആ ഇന്ദ്രൻ തൻ്റെ രഥം അയച്ചു കൊടുത്തു. ഒരു പുറത്ത് തേരുണ്ടായ ദേവത്വം തേരുണ്ടായ സമമായി, അപ്പോൾ യുദ്ധമാവാലോ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള തൻ്റെ ഇന്ദ്രരഥം പച്ചക്കുതിരയെ പൂട്ടിയ രഥമാണ് ഇന്ദ്രൻ്റേതാണ്. ഭരദ്വാജ മഹർഷിയുടെ അവിടെ കാണുന്നുണ്ടായി, ശരഭംഗൻ്റെ അവിടെ കേട്ടോ. ശരഭംഗ മഹർഷിയെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ തേരവിടെ നിർത്തിയത് ലക്ഷ്മണ നോക്കൂ എന്ന് പറഞ്ഞ് രാമൻ കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. ശരഭംഗ മഹർഷി ദേവലോകത്തേക്ക് പോയി എന്നൊക്കെ പറയുന്ന അവിടെ പച്ചക്കുതിരയെ പൂട്ടിയ ഇന്ദ്രരഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. പച്ചക്കുതിരയാണ്. പച്ചക്കുതിര പറഞ്ഞാൽ പച്ചപ്പയ്യല്ല കേട്ടോ, അതിനും പച്ചക്കുതിര എന്ന് ചിലർ പറയുന്നത് പച്ചക്കുതിര തന്നെയാണ്. അതങ്ങടെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, രാമ ഇന്ദ്രൻ അയച്ചു തന്ന തേരാണിത്, ഇതിൽ കയറി അങ്ങ് യുദ്ധം ചെയ്തോളൂ, സുരക്ഷിതമായിട്ടുള്ള തേരാണ്, അങ്ങക്ക് തീർച്ചയായിട്ടും ഇതിൽ യുദ്ധം ചെയ്താൽ വിജയം ഉണ്ടാവും, ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്നങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് രാവണൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പോഴേക്കും തേരും കിട്ടിയോ ഇവന്? എന്നാൽ ഞാൻ രാക്ഷസാസ്ത്രം അയച്ചിട്ട് ഇവനെ കാണിച്ചു തരാം, നീ യുദ്ധം ചെയ്യാലോ. അതിനെ ഗാരുഡാസ്ത്രം പ്രയോഗിച്ചിട്ട് രാമൻ തടുത്തു. ഈ രാക്ഷസാസ്ത്രം എന്ന് പറഞ്ഞാൽ പാമ്പുകളായിട്ട് ഇങ്ങനെ മാറുന്ന
അസ്ത്രമാണ്. അയക്കുമ്പോൾ അസ്ത്രം അവിടെ തെളിക്കുന്ന നിറയെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ. അതിനെന്താ വരുന്നത്? ഗരുഡാസ്ത്രം. ഗരുഡനായിട്ടുണ്ട് പറന്നു രാമൻ അയച്ച ശരം. അതോടുകൂടിയിട്ട് അത് നിർവീര്യമായി. നാഗാസ്ത്രം ബലിച്ചില്ല. ശരത്തിൻ്റെ ഒരു മഴ തന്നെ അവിടെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്ന് ദേവന്മാർ പലരും പറഞ്ഞു. വളരെയധികം ദുർനിമിത്തങ്ങളുണ്ടായി. പക്ഷികളുടെ കരച്ചിൽ, മൃഗങ്ങളുടെ ദയനീയമായ കരച്ചിൽ, കടലിൽ വല്ലാത്തൊരു പൊങ്ങൽ, വേലിയേറ്റം, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അങ്ങനെ രാവണൻ അശ്വങ്ങളെ, ഈ ഇന്ദ്രൻ്റെ കുതിരയുടെ അശ്വങ്ങളെയൊക്കെ മുറിവേൽപ്പിച്ചു. ബുധൻ എന്ന ഗ്രഹം ആ സമയത്ത് വന്ന് രോഹിണിയെ ആക്രമിക്കുക. ഇപ്പോൾ ക്ലേശൊരു ദുർനിമിത്തം പോലെയാണ്. ഗ്രഹങ്ങളുടെ തമ്മിലുള്ള ആ ചലനം നോക്കിയാൽ എന്താണ് ഇവിടെ ഉണ്ടാവാൻ പോണത് എന്ന് അറിയാമെന്നാണ്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തേര് കിട്ടിയതുകൊണ്ട് നീ ജയിക്കില്ല രാമ, നീ തീരും എന്ന് രാവണൻ വീരവാദം മുഴക്കി. പലവിധ അസ്ത്രങ്ങളെ കൊണ്ട് രാമൻ നേരിട്ടു. അതിനെയൊക്കെ രാവണൻ അയച്ച് തടുത്തു. പല അമ്പുകളും അവിടെ ഭസ്മമാക്കപ്പെട്ടു. രാവണൻ അയച്ച ഭസ്മങ്ങളൊക്കെ രാമൻ ഭസ്മമാക്കി. അവസാനം ഇന്ദ്രൻ ഒരു വേല് കൊടുത്തിരുന്നു രാമന്. ഈ രാവണൻ അയച്ചതായിട്ടുള്ള ഒരു വേലുണ്ട്, ശൂലമാണ്. രാവണൻ്റെ ശൂലത്തിനെ ഇന്ദ്രൻ കൊടുത്തതായിട്ടുള്ള വേലുകൊണ്ട് രാമൻ എതിരിട്ടു. രാവണൻ്റെ കുതിരകളെ കൊന്നു. അങ്ങനെ ഇന്ദ്രൻ കൊടുത്തതായിട്ടുള്ള ഈ വേലുകൊണ്ട് രാവണൻ്റെ മാറ് പിളരുകയും ചെയ്തു. മാറൊക്കെ ഉണ്ട്, പിളർന്നു. മരിച്ചിട്ടില്ല. രാവണൻ മരിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ടായി. അധ്യാത്മരാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ സൂതൻ രാവണൻ്റെ തേരിനെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി. മാതലി ആണ് കേട്ടോ ഇന്ദ്രൻ്റെ തേര് കൊണ്ടുപോകുന്നതും രാമനെ കയറ്റുന്നതും. മാതലിയാണ് ഇന്ദ്രൻ്റെ തേരാളി. മാതലി. ഈ രാവണൻ്റെ തേര് ഒരു പുറത്തേക്ക് മാറ്റി അവിടെ നിർത്തിയപ്പോൾ രാവണൻ ചോദിച്ചു, എന്താ സൂത നീ കാണിക്കണം? യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് നീ ഈ തേര് ഒരു പുറത്തേക്ക് മാറ്റിയാൽ യുദ്ധം എങ്ങനെ നടക്കും? നീ രാമപക്ഷത്താണല്ലേ? ഇപ്പോഴാക്കി മനസ്സിലായി. ഇതുവരെ അറിയാത്തൊരറിവ്. എന്നെ ചതിക്കാനാണോ രാമപക്ഷത്ത് കൂടിയിട്ട് നീ തേരിനെ മാറ്റി നിർത്തിയത്? അപ്പം സൂതൻ പറഞ്ഞു, അല്ല രാവണ, എൻ്റെ സ്വാമിയെ എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടോ രാമനെ സ്നേഹം ഉണ്ടായിട്ടോ അല്ല. ഞാൻ അങ്ങയുടെ തേരാളിയാണ്, അങ്ങയോട് കൂറുള്ളവനാണ്. അങ്ങൊരൽപ്പം പരവശനായി എന്നെനിക്ക് തോന്നി. ആ തേരിലിരിക്കുന്ന ആളുടെ അവസ്ഥയും അത് ഓടുന്ന സ്ഥലത്തെ നിമ്നോന്നതങ്ങൾ, ഉയർച്ച താഴ്ച, ഹമ്പ് ഒക്കെ അറിഞ്ഞ് വണ്ടി ഓടിക്കണം. കട്ടപ്പട്ടയെന്ന് ചാടിച്ചിട്ട് യാത്രക്കാരെ ഉപദ്രവിക്കുന്ന ഡ്രൈവറല്ല നല്ലത്. തേരാളിയാണെങ്കിലും അതൊക്കെ വലിയ തരത്തിലുള്ള ആഘാതം ഇരിക്കണവർക്ക് അറിയപ്പെടാതെ മെല്ലെ ബ്രേക്ക് ഇട്ട് അങ്ങനെ ചാടിക്കുക. അങ്ങനെയുണ്ടല്ലോ. ഹമ്പാണെങ്കിലും വേറെ ഒന്നാണ്. ചില ഡ്രൈവർമാർ ഓടിക്കണേണ്ട നമ്മൾ അറിയേയില്ല. വണ്ടി ട്രെയിൻ പോണ പോലെ പോവുക. ചിലർ പട്ടയും ചാടിച്ചിട്ട്. അതാണ് കേമത്തം. ബസ്സാണെങ്കിലും വേറെ ഓട്ടോറിക്ഷ ആണെങ്കിലും. ഇപ്പം ഇവിടെ സൂതൻ മറുപടി പറയുകയാണ്. അതിലിരിക്കുന്ന യാത്രക്കാരൻ്റെ അവസ്ഥയും ഓടുന്ന സ്ഥലത്തെ ഉയർച്ച താഴ്ചകളും അതിലിരിക്കുന്ന സ്വാമിയുടെ മാനസികാവസ്ഥയും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനാണ് രാവണ രാജാവി. യഥാർത്ഥ തേരാളി ഇത് അടിയൻ പഠിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ രാവണന് സന്തോഷമായി. വേഗം ഒരു കൈവള കൊടുത്തു. ഇട്ടാൻ തന്നെയാണ്. ഒന്നങ്ങനെ രാവണനെ പ്രശംസിച്ച്, എന്നാൽ ഇനി ഞാൻ തേര് എടുക്കാം, അങ്ങയുടെ ക്ഷീണം തീർന്നാൽ തേരെടുക്കായി എന്നങ്ങനെ പറഞ്ഞ് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയാണ്. ഒരു യുദ്ധത്തിൻ്റെ മുറകളിലും രാവണന് തളർച്ചയില്ല. അപ്പോഴാണ് അഗസ്ത്യൻ വന്നിട്ട് ആദിത്യ ഹൃദയം മന്ത്രം പറഞ്ഞു കൊടുത്തത്. ആ മന്ത്രം നമുക്ക് മറ്റൊരു ഭാഗത്ത് ചിന്തിക്കാം. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ആകുമ്പോൾ അതായിട്ടാണ് പോകും കുറേ നേരം. അത് പറയാം. ആദിത്യ ഹൃദയം പറയാം. അടുത്തൊരു ഭാഗത്തിൽ നമുക്ക് ആദിത്യ ഹൃദയത്തിനെ മാത്രമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പം യുദ്ധമാണ് കഴിഞ്ഞോട്ടെ, അവൻ മരിച്ചോട്ടെ, ഹൃദയം എന്തിനാ കൊല്ലാൻ മടിക്കണം. ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ചു കൊടുത്തപ്പോൾ കഴിവിക്കാൻ സാധിച്ചപ്പോൾ രാവണൻ ആ ശക്തി കിട്ടി. തതോ യുദ്ധ പരിശ്രാന്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മന്ത്രം അങ്ങോട്ട് ജപിച്ച ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ്
അപാരമായിട്ടുള്ള ആത്മവിശ്വാസം, ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള കഴിവ്, ഇതൊക്കെ ഈ ആദിത്യ ഹൃദയം മന്ത്രം നമുക്ക് ജീവിക്കുകയാണ് ചേട്ടൻ. പക്ഷേ വിധിപ്രകാരം ചെല്ലണം എന്നുണ്ട്. അതുകൊണ്ട് അത് സാധാരണ ഒരാളുകളങ്ങനെ ചെല്ലാറില്ല. ദോഷമുണ്ടോ ചോദിച്ചാൽ ദോഷം ഒന്നാമത് ഉപദേശിച്ച് കിട്ടണം. അത് ഈ മന്ത്രങ്ങൾക്കൊക്കെ ഉണ്ട്, ഒരു മന്ത്രം മാത്രമല്ല. ഈ പുസ്തകം നോക്കി പഠിക്കുക, പണ്ട് ഈ പുസ്തകം തന്നെ ഇല്ലല്ലോ, പുസ്തകം നോക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശരിയല്ല എന്നാണ്. ഒരാൾ പറഞ്ഞു തരിക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നിയമങ്ങളുണ്ട്, ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുക, തെറ്റാൻ പാടില്ല. തെറ്റിയൊക്കെ അർത്ഥം മാറി. സംസ്കൃതം തെറ്റി ചെല്ലണേക്കാളും നല്ലത് ചെല്ലാണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് അത് എല്ലാവരും ചെല്ലേണ്ടാവുന്നില്ല. ജാതിയല്ല കേട്ടോ, ജാതിയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങൾ അവിടെ കണ്ടു. ഈ പക്ഷികളുടെ ശബ്ദവും പ്രകൃതിയിലുള്ള ദുർനിമിത്തങ്ങളും എല്ലാം കണ്ടതോടുകൂടി രാവണൻ്റെ ശിരസ് ഓരോന്നായിട്ട് അറുക്കാൻ തുടങ്ങി. പക്ഷേ ഈ ആദിത്യ ഹൃദയം ജപിച്ചിട്ടും എന്താണ് ഈ ഒരു സംഭവിച്ചത്? തല അറുക്കാൻ സാധിക്കുന്നില്ല. തല അറുക്കുണ്ട്, അത് വീണ്ടും അവിടെ തന്നെ മുളച്ചു വരുന്നു. അവനൊക്കെ അറിയാച്ചാലും തൽക്കാലം അറിയാത്ത പോലെ നടിച്ചു. എല്ലാതും അതികയമായിട്ടുള്ള യുദ്ധം ഉണ്ടായതോട് കൂടിയിട്ടാണ് ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ ഇവനെ വധിക്കാൻ സാധിക്കുള്ളൂ. ബ്രഹ്മാവ് പണ്ട് ഇന്ദ്രന് വേണ്ടി നിർമ്മിച്ചതായിട്ടുള്ള മഹാബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം. അഗസ്ത്യ മഹർഷി ആദ്യം കൊടുത്തതും പിന്നീട് ബ്രഹ്മാവ് കൊടുത്തതുമായ ആ അഗസ്ത്യൻ കുറേ അസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അഗസ്ത്യനെ കണ്ടപ്പോൾ. ആ ബ്രഹ്മാസ്ത്രം ഇവനെ പ്രയോഗിക്കൂ രാമ, എന്നാൽ മാത്രമേ ഇവൻ്റെ ആ ശിരസ് വീണ്ടും 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 മുളച്ച് വരാതിരിക്കുള്ളൂ. ശിരസ് താഴ്ത്ത് വീഴ വീണ്ടും വരിക, ശിരസ് താഴ്ത്ത് വീഴ വീണ്ടും വരിക. എത്ര ശിരസ് അറുത്താലും വീണ്ടും വരികയാണ്. എന്താ ചെയ്യുക? മഹാബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതായിട്ടുള്ള സമയത്ത് ഭൂമി അങ്ങനെ കുലുങ്ങി, ബ്രഹ്മാസ്ത്രം മാറിലങ്ങനെ പതിച്ചു, ഹൃദയം അങ്ങോട്ട് കീറി, സർവ്വതലകളും താഴ്ത്തു വീണ് രാവണൻ വധിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടിയിട്ട് പുഷ്പവൃഷ്ടി ഉണ്ടായി. ആകാശത്തിൽ സൗമ്യമായിട്ടുള്ള ദേവദുന്ദുബികൾ മുഴങ്ങി. ആസുരല്ല, നല്ല കേൾക്കാൻ സുഖമുള്ള ദുന്ദുബി വാദ്യം, പുഷ്പവർഷം. രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, നന്നായി നന്നായി നന്നായി, സാധു സാധ്യതി, എല്ലാവരും വളരെ നന്നായി 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 എന്നൊക്കെ പറഞ്ഞ് അതിനെ വാഴ്ത്തി ദേവകളെല്ലാം പ്രസാദിച്ചു. മന്ദമാരുതൻ അങ്ങനെ വീശി. അധികമായിട്ടുള്ള ആനന്ദം ഭൂമിയിലെല്ലാവർക്കും അനുഭവപ്പെട്ടു. സുഗ്രീവാദികളായിട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഒത്തുചേർന്ന് ആ രാമനെ നല്ലപോലെ അങ്ങോട്ട് പൂജിക്കുകയും ചെയ്തു. ഇന്ദ്രനെ പോലെ രാമൻ രാവണവധം നടത്തി ശോഭിച്ചു. അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം മലയാളം ഒരു ശ്ലോകമുണ്ട്. ഹത്വായുദ്ധേദശാസ്യം ത്രിഭുവന വിഷമം വാമകർത്തേന ചാപം ഭൂമോ വിഷ്ടവ്യതിഷ്ഠൻ ഇതരകരധൃതൻ ഭ്രാമയൻ ബാണമേഘം ആരക്തോ ബാന്ധനേത്രശരദലിതവപുക്കൂടി സൂര്യപ്രകാശോ വീരശ്രീ ബന്ധുരാംഗ ത്രിദശപതിനുത പാതുമാം വീരരാമ. യുദ്ധത്തിൽ ഹത്വാ യുദ്ധേ ദശാസ്യം, യുദ്ധത്തിൽ ദശാസ്യനെ വധിച്ച് ആ ശരങ്ങട് ഊരി കൈ പിടിച്ചു. ദേഷ്യം അടങ്ങിയിട്ടില്ല ഭഗവാൻ. എന്നിട്ടതിങ്ങനെ ചുഴട്ടിയാണ്. ഈ കൊച്ചും കൂടിയൊക്കെ ആവായിരുന്നു, അപ്പോഴേക്ക് പണി കഴിഞ്ഞു പോയില്ലേ. എന്തെങ്ങനെ വിചാരിച്ചത്? ഇങ്ങനെ ചുഴറ്റുക അടങ്ങാത്ത കോപത്തോടു കൂടി. ശരദലിത വപു, ആ ശോര ശരീരത്തിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ കോടി സൂര്യപ്രകാശത്തോടു കൂടി ദേവന്മാരാൽ വാഴ്ത്തപ്പെട്ടതായിട്ടുള്ള രാമൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. രാവണവധം കഴിഞ്ഞിട്ടതായിട്ടുള്ള രാമൻ. തുടർന്ന് സഹോദരനായിട്ടുള്ള വിഭീഷണൻ്റെ വിലാപമാണ്. ഈ രാവണവധാനന്തരമുള്ള സംഭവങ്ങളാണ്. വലിയൊരു ഘട്ടം രാമായണത്തിൽ കഴിഞ്ഞു. 110 സർഗവും കഴിഞ്ഞിരിക്കണു യുദ്ധകാണ്ഡത്തിൽ. വിഭീഷണൻ്റെ വിലാപം, രാവണൻ്റെ സംസ്കാരം, സീതാസ്വീകാരം, അയോധ്യായാത്ര മുതലായിട്ടുള്ള രാമായണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം
പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.